ഹലോ എവരിവൺ, വെരി ഗുഡ് ഈവനിങ്. ഇപ്പൊ നമ്മളെ 49ാമത്തെ മാസ്റ്റർ ടോക്കിലുള്ളത്. നമുക്കറിയാം, നമ്മൾ പല പല കാര്യങ്ങൾ ഇതുവരെ ഡിസ്കസ് ചെയ്തു പോയിട്ടുണ്ട്. മൈൻഡായിട്ട് കണക്ട് ചെയ്യുന്ന, ലൈഫായിട്ട് കണക്ട് ചെയ്യുന്ന പല ഏരിയാസുമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പല വിഷയങ്ങളും നമ്മൾ സംസാരിച്ചു പോയിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ ചില ദിവസങ്ങളിൽ നമ്മൾ കുറച്ചും കൂടി പ്രിപ്പയർഡ് ആയിട്ട് നമ്മളെ ടോപ്പിക് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ടാണ് വരാറുള്ളത്. ഇന്നത്തെ കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഡേ, അതായത് പ്രത്യേകിച്ച് ടോപ്പിക്സ് കാര്യങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനും ക്യൂരിയസ് ആണ് എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഗ്രേറ്റ്. എനിവേ, മാസ്റ്റർ ടോക്കിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരെ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യാണ്, വെൽക്കം ചെയ്യാണ്. നമുക്ക് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ നമ്മളെ സെൽഫിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ലൈഫിൽ ഫ്യൂച്ചറിലേക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റ്. ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് റീൽസ് ആവട്ടെ, ഷോർട്സ് ആവട്ടെ, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും, ഇത് അടിപൊളിയാണ്, സൂപ്പറാണ്, കുറച്ചും കൂടി അടിപൊളി കാര്യമാണല്ലോ പറയുന്നത്, പാരന്റ്സ് ഇന്ന രീതിയിൽ കുട്ടികളോട് പെരുമാറണം എന്നൊക്കെ പറഞ്ഞൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ കേൾക്കും, ഒക്കെ വാല്യൂബിൾ ആണെന്നൊക്കെ തോന്നും. ഒക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും, തിരിച്ചു പോയിട്ട് പിന്നെ പാരന്റ്സ് കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്നാണോ പറഞ്ഞത് അതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ പെരുമാറും. അതായത് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട് പല ഭാഗത്തുനിന്ന്. എന്നാൽ അതിനെ ലൈഫിനെ കുറച്ചും കൂടി നമ്മൾ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ ലൈഫിലേക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ പറ്റാതെ പോകുന്നതിന്റെ ഒരു റീസൺ എന്താന്ന് വെച്ചാൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ അതിൽ ഫോളോ ചെയ്തു പോകുന്നില്ല എന്നുള്ളത്. ഒരു ചെറിയൊരു ടൈമിൽ ഒരു സ്പാർക്ക് കൊണ്ട് നമുക്ക് വരുന്ന ഒരു ചിന്തയിൽ പിന്നെ നമ്മൾ മെനക്കെടുന്നില്ല. എനിക്ക് മാറണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നുണ്ട്, ആ മാറ്റത്തിനായിട്ട് പിന്നെ ഞാൻ പണിയെടുക്കുന്നില്ല. ഇന്ന് വന്ന് മാറണം എന്നുള്ള ചിന്ത നാളെ രാവിലെയും നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, മറ്റന്നാളും നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, അടുത്തൊരാഴ്ച കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, അടുത്തൊരു മാസത്തേക്ക്, അടുത്തൊരു 6 മാസത്തേക്കൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി ആദ്യത്തെ ഒരു 3 മാസത്തിൽ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവും, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു ചിന്ത തന്നെ കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചിന്തയിലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പുറത്തെ ലോകത്ത് റിഫ്ലക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങും. തീർച്ചയായിട്ടും തുടങ്ങും. അങ്ങനെയാണുള്ളത്. അപ്പോ ഉം, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടി നമ്മളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത്, കഴിഞ്ഞ ആഴ്ച കണക്ട് ചെയ്ത് സംസാരിച്ചത് ഈ ആഴ്ച നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നു, അടുത്ത ആഴ്ചയും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്ന സമയത്ത് കുറച്ചും കൂടി നിങ്ങളെ ലൈഫിൽ അത് നമ്മളിപ്പോ പറഞ്ഞ പോലെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളതാണ്. ഗ്രേറ്റ്. അപ്പോ ആഹ് ഇന്നത്തെ ഡേനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഇന്ന് ഈവനിങ് ഒരു സ്കൂളിൽ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നുണ്ട്. ആ സ്കൂളിലെ സ്റ്റുഡൻസിന്റെ പാരന്റ്സ് അവരാണ് എന്ത് ചെയ്യുന്നത്, അതിലെ പ്ലെയേഴ്സ് കാര്യങ്ങളൊക്കെ. ഇപ്പം എല്ലാ ടീമും ഉണ്ട്, അർജന്റീന ഉണ്ട്, ബ്രസീൽ ഉണ്ട്, അതുപോലെ പോർച്ചുഗൽ ഉണ്ട്. അപ്പൊ അവരെ മത്സരം കാണാൻ വേണ്ടിയിട്ട് സ്കൂൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്കൂളുമായിട്ട് നമ്മളൊരു 1 ഇയർ കൊളാബറേഷൻ ആയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അവിടുത്തെ മെന്റൽ ഹെൽത്ത് റിഗാർഡിംഗ് ആയിട്ടുള്ള സെഷൻസും അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മളാണ് ഡീൽ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പോയി. കളിയാണല്ലോ, അറിയാലോ, ഫുട്ബോൾ നമ്മൾ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ നല്ല ആവേശമാണ്. രണ്ട് ഭാഗം ഉണ്ടാവും, നമുക്കിങ്ങനെ തോന്നും ഇവര് ജയിക്കണം അല്ലെങ്കിൽ ഇവര് ജയിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ഞാനിങ്ങനെ കളി കണ്ടിരുന്നു, കളി ആവേശമായി. ഫുൾ ടൈം കളി ഫുള്ള് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തില്ല, ആരും ഗോൾ അടിച്ചിട്ടില്ല. അപ്പൊ ടൈ ആയി, പിന്നെ അത് പെനാൽറ്റിയിലേക്ക് പോയി, ഷൂട്ട് ഔട്ടിലേക്ക് പോയി, അതും ടൈ ആയി. പിന്നെ അങ്ങനെ കളി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതില് കളിയുടെ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത് പാരന്റ്സ് ആണ്. അവര് ഭയങ്കര വാശിയോട് കൂടിയിട്ട്, ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ടൊക്കെ കളി ഇങ്ങനെ പന്തൊക്കെ കൊണ്ടുപോയി ഗോൾ അടിക്കുന്നുണ്ട്, അവിടെ ഫൗൾ ചെയ്യുന്ന സമയത്തൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ട്. ബട്ട് ഒരു കളി 20 മിനിറ്റ് എങ്ങാനുള്ളത്, 10 മിനിറ്റ്, പിന്നെ ഒരു ജസ്റ്റ് ഒന്ന് ഹാഫ് ടൈം എന്നുള്ള രീതി രണ്ടുപേരും പോസ്റ്റ് മാറുന്നു, എഗെയിൻ എന്ത് ചെയ്യുന്നു, കളി റീസ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു 10-20 മിനിറ്റ് അവരെ ഫേസിൽ കാണുന്ന ഒരു ദേഷ്യം, വാശി, ഇത് എനിക്ക് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ആ ഒരു കളിയുടെ സമയത്ത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞു അവർ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് അർജന്റീനന്റെ ജേഴ്സി ഇട്ട ആളും ബ്രസീലിന്റെ ജേഴ്സി ഇട്ട ആളും അല്ലെങ്കിൽ പോർച്ചുഗലിന്റെ ജേഴ്സി ഇട്ട ആളും എന്താണ്, തോളിൽ കൈയിട്ടാണ് നടക്കുന്നത് എന്നുള്ളത്. Then, അത് വലിയൊരു സംഭവം. ചില കാര്യങ്ങൾക്ക് നമ്മളിങ്ങനെ വാശി പിടിച്ച് നടക്കുന്ന സമയത്ത്
അതുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യരുത്, അത് കൊണ്ടുപോകരുത്. ഇപ്പം ചില വർക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് ചില ബിസിനസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മളെ ഫാമിലി അല്ലെങ്കിൽ നമ്മളുമായിട്ട് നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മൾ ഫൗണ്ടേഴ്സിന്റെ ഒക്കെ കാര്യം പറയുന്ന സമയത്ത് ചില കോ ഫൗണ്ടേഴ്സ് ഉണ്ടാവും, അവർ തമ്മിൽ ഫ്രണ്ട്സ് ആയിരിക്കും. ചിലപ്പം സ്കൂൾ കാലം ഘട്ടം മുതലേ പഠിച്ച് 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 വന്ന ആളുകളായിരിക്കും, ഒപ്പരം പഠിച്ച് ഒപ്പരം കളിച്ച് നടന്ന ആളുകളൊക്കെ അവരൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, ബിസിനസ് അറിയാലോ, രണ്ട് ഡയമെൻഷൻസിലുള്ള രണ്ട് രീതിയിലുള്ള സജഷൻസ് കാര്യങ്ങൾ വരും. അപ്പം ബിസിനസ്സിനെ നമ്മൾ ബിസിനസ് ആയിട്ട് തന്നെ എടുത്ത് ആ ബിസിനസ് അല്ലേ, പാവല്ലേ, എന്റെ ചങ്ങാതിയല്ലേ എന്ന് കരുതി അവൻ പറഞ്ഞ ഒരു സജഷൻ അല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ആ തീരുമാനത്തിന് മൂളി കൊടുത്താൽ നമ്മൾ ബിസിനസ് പൊളിയും. ഓക്കെ. എന്നാല് എന്റെ ചങ്ങാതിയല്ലേ, ഇവൻ ഇങ്ങനെ പറഞ്ഞതല്ലേ എന്ന് നോക്കാതെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഇറ്റ്സ് മൈ ബിസിനസ് പാർട്ട്ണർ, ഇതെന്റെ ബിസിനസ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കുറച്ചും കൂടി ആ മൈൻഡ് സെറ്റിൽ എടുത്തുകൊണ്ട്, അതായത് ബിസിനസ് മൈൻഡ് സെറ്റിൽ എടുത്തുകൊണ്ട് ആ ഒരു തീരുമാനത്തിനെ നമ്മൾ ഡീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബിസിനസ് വളരും. ഇത് ഞാൻ ശ്രദ്ധിച്ചത്, കളിയുടെ സമയത്ത് അവര് കളിക്കാരാണ്, രണ്ട് ടീമാണ്, അവരെ ഓപ്പോണന്റ് ആണ്, എതിര് നിൽക്കുന്നത് എതിരാളിയാണ്. ഓക്കെ. അതില് എല്ലാ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, കമ്പനിയിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, പോലീസ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, പല പല ആളുകളുണ്ട് തോന്നുന്നുണ്ട്. ഇവരെല്ലാം ഒരൊറ്റ പന്തിന് പിന്നാലെ ഒരൊറ്റ ലക്ഷ്യത്തിൽ ഓടുന്ന സമയത്ത് അവർ തമ്മിൽ ശത്രുക്കളാണ്, അല്ലെങ്കിൽ അവർ തമ്മിൽ വാശിയിലാണ്, അവർ തമ്മിൽ തോൽപ്പിക്കാനുള്ള മത്സരത്തിലാണ്, അവരിൽ ഒരാൾ ജയിക്കാനുള്ള മത്സരത്തിലാണ്. എന്നാലോ ആ കളി കഴിഞ്ഞിറങ്ങുന്നതോടുകൂടി ആ കളി കഴിഞ്ഞിറങ്ങുന്നതോടുകൂടി എന്ത് ചെയ്തു, അത് കംപ്ലീറ്റ് ആയിട്ട് അവർ വിട്ടു. പിന്നെ അവർ തോളിൽ കൈയിട്ടിട്ട് ഡോക്ടറും വർക്ക് ചെയ്യുന്ന ആളുകളും പോലീസും എല്ലാം എന്ത് ചെയ്തു, അവരെല്ലാം വീണ്ടും പഴയ രീതിയിലേക്കായി എന്നുള്ളതാണ്. അപ്പം ഇതിൽ എനിക്കിങ്ങനെ തോന്നിയ സംഭവം, നമ്മളൊരു ദിവസം പറയാറുണ്ട്, ഒരു ദിവസം നമ്മൾ ഒരുപാട് റോളുകൾ എടുക്കും, ഒരുപാട് ഫേസ് മാസ്കുകൾ എടുത്തിടും. ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ട്രെയിനറാണ്, ഞാനൊരു മകനാണ്, ഞാനൊരു എൻ്റെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ടാണ്, അതുപോലെ ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിന് ഞാൻ കോച്ചാണ്, ചില ആളുകൾക്ക് ഞാനൊരു മെന്ററാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ഹസ്ബൻഡാണ്, എൻ്റെ മക്കൾക്ക് ഞാൻ ഫാദറാണ്. ഇങ്ങനെ ഒരുപാട് മാസ്കുകൾ ഞാൻ ഇടുന്ന സമയത്ത് ചില മാസ്കുകൾ ഞാൻ ഇങ്ങനെ സ്റ്റക്ക് ആയിട്ട് പോവാണെങ്കിൽ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന്, കളി കഴിഞ്ഞു, കപ്പൊക്കെ കഴിഞ്ഞു, ഇന്ന് വീട്ടിലെത്തി, നാളെ അല്ലെങ്കിൽ നാളെ ഒരു മീറ്റിങ്ങിൽ എന്റെ ഓപ്പോണന്റ് ആയിട്ട് കളിച്ച ആളെ കാണുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ തോന്നുക, എന്നാലും ഇവൻ ആ പെനാൾട്ടി കൊളാക്കിയില്ല. ഓക്കെ. അല്ലെങ്കിൽ എന്നാലും ഇവൻ എന്നെ തോപ്പിച്ചല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ആ കളി നമ്മൾ ആസ്വദിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കളി ആസ്വദിച്ചിട്ടില്ല. കാരണം അതിന്റെ ഒരു ബാക്കി നമ്മൾ പറയുന്ന ഒരു സൈഡ് എഫക്റ്റ്, ഒരു ഗുളിക കുടിച്ചാൽ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ് പോലെ ആ കളിയുടെ സൈഡ് എഫക്റ്റ് ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് കഴിച്ച ആ ഒരു ഗുളിക എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മളെ ബോഡിയിൽ അതിനോടുള്ള കാര്യങ്ങളൊന്നും ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോ ഈ രീതിയിൽ ഇപ്പം ഞാനൊരു ബിസിനസ്മാൻ ആണെന്നുണ്ടെങ്കിൽ ബിസിനസിന്റെ ഒരു റോള് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് ആ ബിസിനസ്മാന്റെ കോട്ട് ഊരിയിട്ട് എനിക്ക് എൻ്റെ വീടിന്റെ വാതിൽക്കൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, എൻ്റെ റൂമിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റേണ്ടത്. വേണ്ടേ? ആ രീതിയിലാവുമ്പോഴല്ലേ ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ബിസിനസ് എന്നുള്ള ജീവിതം ഞാൻ ആസ്വദിക്കുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്തൊരാൾ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ കുറെ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ടാവും. തീർച്ചയായിട്ടും നമ്മളൊരു കമ്പനി ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഫൗണ്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും. ആ സ്ട്രഗിളിൽ നിന്ന് നിങ്ങൾ നെക്സ്റ്റ് ലെവലിലെത്തി, അത് കഴിഞ്ഞിട്ട് അടുത്ത ലെവലിലെത്തി, നിങ്ങളെ കീഴിൽ ഒരുപാട് സ്റ്റാഫ് വന്നു, നിങ്ങളെ കമ്പനി ഒരുപാട് വളർന്നു, നിങ്ങളെ ഒരുപാട് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്റ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം ആ പ്രശ്നത്തിന്റെ നമ്പേഴ്സിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവൂ എന്നുള്ളത് പറയുന്നുണ്ട്. ഒരു സാധാരണക്കാരന് 10,000 രൂപയുടെ പ്രശ്നമാണെങ്കിൽ കുറച്ചൊന്ന് മുകളിൽ നിൽക്കുന്ന ആളുകൾക്ക് അതെന്തായിരിക്കും, ലക്ഷങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കും. കുറച്ചും കൂടി മുകളിൽ നിൽക്കുന്ന ആളുകൾക്ക് എന്തായിരിക്കും, അത് കോടികളെ പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ സ്റ്റിൽ ലൈഫിൽ ഉണ്ടാവും. നമ്മൾ അതിനെ ഏത് മോഡിൽ, നേരത്തെ പറഞ്ഞ പോലെ അതിനെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം ഈ ബിസിനസ്മാൻ ഈ പ്രശ്നങ്ങളും കൊണ്ടിട്ട് എന്റെ ലക്ഷ്യങ്ങളെ, എന്റെ ആയിരങ്ങളെ പ്രശ്നം അതും കൊണ്ടിട്ട് എന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വീട് എന്നുള്ളൊരു അറ്റ്മോസ്ഫിയർ, ഒരു ഹോം ഫീൽ അവിടെ നഷ്ടപ്പെടും. അതായത് കളിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നമ്മളൊക്കെ ഫുട്ബോൾ കളിക്കുകയാണെങ്കിലും ടർഫിൽ നമ്മളൊക്കെ ചെറിയ എമൗണ്ട് ഒക്കെ നമ്മളിങ്ങനെ പിരിവിട്ട് നമ്മളൊക്കെ കളിക്കാൻ പോകും. കളി കഴിഞ്ഞതിന് ശേഷം
പിന്നെ നമ്മൾ എന്തുണ്ടാവും, ഒരു ഫുഡ് കഴിക്കലുണ്ടാവും. എല്ലാവരും കൂടി വട്ടത്തിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കുക. അത് അതിന്റെ ഒരു രസമാണ്, ഭംഗിയാണ്. അപ്പൊ അതുപോലെ നമ്മൾ ആ ഒരു വലിയ ഒരു ബിസിനസ് അല്ലെങ്കിൽ നമ്മളൊരു വർക്ക് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുന്ന സമയത്ത് അതിലെ കുറെ ഫണ്ണായിട്ടുള്ള മൊമെന്റ്സ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മൾ കുറച്ചും കൂടി ജീവിതം ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പം ഈ അടുത്ത് ഞാൻ ഒരു സ്കൂളിൽ പ്രിൻസിപ്പളുമായിട്ട് സംസാരിക്കാൻ പോയ സമയത്ത് പ്രിൻസിപ്പളുണ്ട്, വൈസ് പ്രിൻസിപ്പളുണ്ട്. അവരിങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കുട്ടികൾ തമ്മിലുള്ള പ്രശ്നം, പാരന്റ്സ് എന്ന് പറയുന്ന കംപ്ലൈന്റ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിന്റെ കൂടെ തന്നെ എന്നോട് വൈസ് പ്രിൻസിപ്പൽ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇത് ഭയങ്കര ഫണ്ണാട്ടോ. ഫണ്ണാണ് ഇൻ ദ സെൻസ് നമ്മളിത് ആലോചിച്ച് ഒരുപാട് ചിരിക്കും. എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഓരോ ദിവസവും നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് കഥകൾ പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, അവര് ഭയങ്കര സ്ട്രഗിളോടെ പോകുന്നുണ്ട്. സ്ട്രഗിൾ ഇൻ ദ സെൻസ് അവർക്ക് ഏറ്റാൻ മാത്രം ജോലികൾ ഓരോ ദിവസവും ഉണ്ട്. എന്നാൽ കൂടി ആ ജോലികളെ അവര് ആസ്വദിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് അത് അവർക്ക് പറയാനുള്ള നല്ല രസകരമായ കഥകളായിട്ട് മാറുന്നുണ്ട്. ഇന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കുട്ടി ഒരു പ്രശ്നം കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാരന്റ് വന്നു, ഇന്ന രീതിയിൽ എനിക്കത് ഡീൽ ചെയ്തു, ഇന്ന ഇന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ രീതിയിൽ നമ്മളെ റോളുകൾ നമ്മൾ മാറുന്ന സമയത്ത് അതിനനുസരിച്ച് നമ്മളെ കോറായിട്ടുള്ള ഏരിയ കൂടി മാറുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഒന്നും കൂടി പറയാം, നമ്മളെ റോളുകൾ മാറുന്ന സമയത്ത് നമ്മളെ കോറായിട്ടുള്ള ഏരിയ ഇൻ ദ സെൻസ് ഞാൻ എന്ന് പറയുമ്പം എൻ്റെ പേരല്ല, എൻ്റെ ഈ ഒരു രൂപമല്ല, എന്നതിലുപരി എൻ്റെ ഏറ്റവും കോറായിട്ടുള്ള ഒരു കാര്യമുണ്ട് അല്ലെ. അതിനെ നിങ്ങൾ ഏത് പേരിട്ട് വിളിച്ചാലും ആ കോറായിട്ടുള്ള ആ ഒരു എസെൻസിലും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു മാറ്റം വരുന്നുണ്ട് എന്നുള്ളത്. അതായത് ബിസിനസ് എന്നുള്ളൊരു പേഴ്സൺ അല്ല വീട്ടിൽ എന്നുള്ളത്, വീട്ടിലത്തെ പേഴ്സൺ അല്ല ബിസിനസ് എന്നുള്ളത്, ആ ഒരു ബിസിനസ് പേഴ്സൺ അല്ല എൻ്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പം ഈ ഒരു കാര്യം എനിക്കിങ്ങനെ തോന്നി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്നുള്ളത്. അപ്പം ഇത്ര കാര്യങ്ങളാണ് ഇന്നത്തെ ഡേയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഹോപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളത്. ഒന്നും കൂടി പറയാം, നമ്മൾ ഓൾവേസ് ഒരുപാട് റോളുകൾ നമ്മളെ ജീവിതത്തിൽ എടുക്കുന്നുണ്ടാവും. പല രീതിയിലുള്ള പല റോളുകൾ നമ്മൾ ജീവിതത്തിൽ എടുത്തു പോകുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യരുത്, റോളുകൾ തമ്മിൽ എന്ത് ചെയ്യരുത്, നമ്മൾ റോഡിൽ വെച്ചിട്ട് വണ്ടി ആക്സിഡന്റ് ആവുന്ന പോലെ നമ്മൾ ഓരോ റോളുകൾ, പാരന്റ്, ഹസ്ബൻഡ്, വൈഫ്, കുട്ടി, ടീച്ചർ, അല്ലെങ്കിൽ ഏതൊക്കെ റോളുകൾ നമ്മൾ എടുക്കുന്നുണ്ടോ ആ റോളുകളൊക്കെ കൂടി ക്ലാഷ് ആയിട്ട് മൊത്തത്തിൽ എന്ത് ചെയ്യരുത്, അലമ്പാവരുത്. അലമ്പാവാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഓരോ റോളും ആ റോളിന്റെ സമയത്ത് മാത്രം ഭംഗിയായി നിർവഹിച്ച് അടുത്ത റോളിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് അത് ഭംഗിയായിട്ട് എങ്ങനെ നിർവഹിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് ആലോചിക്കണം. ഓക്കെ. ഇപ്പം ചില ടീച്ചേഴ്സിനൊക്കെ പറ്റി പറയാറുണ്ട്. ടീച്ചേഴ്സൊക്കെ നമ്മളെ റൂമിലേക്ക് അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് കയറി വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ആ ടീച്ചർ ഇന്ന് കുറച്ച് ചൂടില്ല. അപ്പൊ കുട്ടികൾ എന്താ പറയാ, ഇന്ന് വീട്ടിലെ ഹസ്ബൻഡായിട്ട് എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നാന്ന് നമ്മളിങ്ങനെ ഫണ്ണായിട്ട് പറയാറുണ്ട്. അതായത് വീട്ടിലെ പ്രശ്നം കൊണ്ട് വന്നാൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാവും എന്നൊക്കെ പറയാറുണ്ടല്ലോ ചെറുപ്പത്തിൽ ക്ലാസ് പോകുന്ന സമയത്ത്. അപ്പം ഓഫീസിലെ പ്രശ്നം വീട്ടിലെത്താതെ, വീട്ടിലെ പ്രശ്നം ഓഫീസിലെത്താതെ, നമ്മൾക്കിടയിലെ പ്രശ്നം ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലെ പ്രശ്നം പുറത്ത് മറ്റൊരാളടുത്ത് എത്താതെ അത് എങ്ങനെ എൻ്റെ റോളിനനുസരിച്ച് എനിക്കത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. എങ്ങനെ, ഞാൻ ഇന്ന് കണ്ട ആ ഫുട്ബോൾ അവർ ഭയങ്കര വാശിയിലാണ്, ഭയങ്കര എന്താ പറയാ ദേഷ്യത്തിലാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവരിങ്ങനെ പറയുന്നുണ്ട്, "ദാ അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട്, അവിടെ അവിടെ ഇവിടെ അടി" എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ കൂടി അത്ര വാശിയില്, അത്ര ദേഷ്യത്തിൽ, അല്ലെങ്കിൽ അത്ര ഉം, ജയിക്കണം, അവരെ തോൽപ്പിക്കണം, ഈ രണ്ട് മൈൻഡ് സെറ്റിലും മാത്രം. ഒന്ന് ജയിക്കണം, മറ്റൊന്ന് അവരെ തോൽക്കണം. തോൽക്കണം എന്നതിലുപരി ജയിക്കണം എന്നുള്ള ഈ ഒരു മൈൻഡ് സെറ്റിൽ അവരിങ്ങനെ കളിച്ച് തോറ്റ ആളുകളും ജയിച്ച ആളുകളും ആ കളി കഴിയുന്നോട് കൂടി പിന്നെന്താണ്, അത് അവിടെ കഴിഞ്ഞു. പിന്നെ അവരെന്താണ്, ഞാൻ പറഞ്ഞ പോലെ തോളിൽ കൈയിട്ടാ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരുപാട് സ്ഥലത്ത് നമ്മൾ ക്ലാഷ് ആവുന്നത്, പോയിട്ട് തട്ടിമുട്ടി ആകെ ബുദ്ധിമുട്ടാവുന്നത്, പൊട്ടിപ്പോകുന്നത് ഒരുപാട് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായകരമാകും എന്നുള്ളതാണ്. അപ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ റോളുകൾ മാറുന്നതിനനുസരിച്ച് നമ്മളെ കോറായിട്ടുള്ള ഏരിയ മാറണം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മളെ കോറായിട്ടുള്ള ഏരിയനെ പറ്റിയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയുന്നത്, ഒരു മരത്തില് ഒരുപാട് വൃക്ഷങ്ങൾ, സോറി, ഒരു മരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ, ഇലയുണ്ട്, ചില്ലകളുണ്ട്, അതുപോലെ പഴങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതില്
ഉള്ള പ്രശ്നങ്ങൾ, ഇപ്പം ഇലക്ക് ചെറിയൊരു വാട്ടുണ്ട്, കൊമ്പിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്, പഴത്തിന് അത്ര തന്നെ എന്തില്ല, രുചിയില്ല, അല്ലെങ്കിൽ അതിന് ഒരുപാട് കംപ്ലൈന്റ്സ് വരുന്നുണ്ട്, പുഴുക്കൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? പോയിട്ട് ഓരോന്നിനും പോയിട്ട് മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്യില്ല. ഓരോ ഇലക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, മെഡിസിൻ ഇടില്ല. നമ്മൾ അതിന് പകരം എന്ത് ചെയ്യും? അതിന്റെ വേരിൽ പോയിട്ട് വർക്ക് ചെയ്യും. വേരിൽ പോയിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളവും വളവും ഒക്കെ ഒഴിച്ചു കൊടുക്കും. ഇതുപോലെ തന്നെ നമ്മള് പല ഏരിയാസ്, നമ്മളെ പ്രൊഫഷണൽ, പേഴ്സണൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നിലെ ഹസ്ബൻഡ്, എന്നിലെ മകൻ, എന്നിലെ ഫ്രണ്ട്, എന്നിലെ ട്രെയിനർ, എന്നിലെ കോച്ച്, എന്നിലെ മെന്റർ, ഇങ്ങനെ ഓരോ ഏരിയാസ് എടുക്കുകയാണെങ്കിലും ഈ ഓരോ ഏരിയാസിനെയും ജീവിപ്പിക്കുന്ന എന്തോ ഒരു സംഭവം എന്നിലുണ്ടാവും. എന്റെ കോർ, ഞാൻ എന്നുള്ളൊരു പാർട്ട്. ഈ പാർട്ടിനെ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം അറിയണം. എന്റെ സെൽഫിനെ പറ്റി ഞാൻ പഠിക്കണം. എന്റെ സെൽഫിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, എവിടൊക്കെ ഏതൊക്കെ രീതിയിൽ എനിക്ക് എന്റെ സെൽഫിനെ വളച്ചൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, എങ്ങനെ ഇതിനെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, കൺട്രോൾ ചെയ്യല്ല, എങ്ങനെ എനിക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്നിപ്പോ ഞാനിങ്ങനെ വരുന്ന സമയത്ത് ഹൈവേന്ന് ലോറികൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാം, ഇതിന് യഥാർത്ഥത്തിൽ ആ ഡ്രൈവേഴ്സ് എന്താ ചെയ്യുന്നത്? അതിനെ കൺട്രോൾ ചെയ്യല്ല. കാരണം അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയാൽ എന്ത് ചെയ്യില്ല, നടക്കൂല. കൺട്രോൾ ചെയ്യാൻ ഇൻ ദ സെൻസ്, ഒരു വലിയൊരു ലോറി ഇങ്ങനെ വരുന്നുണ്ട്, ഞാൻ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അതിന്റെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് നിക്കട്ടെ എന്ന് പറഞ്ഞ് അതിനെ കൺട്രോൾ ചെയ്യാൻ നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഞാനൊരു ഭാഗത്തേക്ക് പോകും, ലോറി അത് കഴിഞ്ഞൊരു ഭാഗത്തേക്ക് പോകും, ഇങ്ങനെ ഉണ്ടാവാം. എന്നാൽ അതിനെ ഞാൻ അതിന്റെ ഉള്ളിൽ കയറി നിന്നിട്ട് അതിന്റെ സ്റ്റിയറിങ്ങും അതിന്റെ ഗിയറും ക്ലച്ചും കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ വണ്ടി ഞാൻ വിചാരിച്ച സ്ഥലത്ത് നിർത്താൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളെന്ന വണ്ടി പലപ്പോഴും നിയന്ത്രണം വിട്ടു പോകുന്നത് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടാണ്. നമുക്ക് മാനേജ് ചെയ്യാൻ അറിയില്ല. നമ്മൾ കൺട്രോൾ ചെയ്യാന്നുള്ളൊരു വാക്കേ കേട്ടിട്ടുള്ളൂ, അതിനെ കുറിച്ചേ പഠിച്ചിട്ടുള്ളൂ അല്ലെ? പലരും എന്താ പറയാ, ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നാ പറയാ. ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ കൺട്രോളിങ് അല്ല, നമുക്ക് എങ്ങനെ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. കുറച്ചും കൂടിയൊക്കെ നമ്മൾ സെൽഫിനെ കുറിച്ച് പഠിക്കാനുള്ള സമയവും ഉം, എല്ലാം, മണിയും ടൈമും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? എഫേർട്ടും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അതിനുള്ള ബെനിഫിറ്റ് നമുക്ക് നമ്മളെ എല്ലാ ഏരിയാസിലും കാണാനും വേണ്ടിയിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ചില്ലയിലെ കായ്, ഇല, കൊമ്പ് എന്നിലെ എല്ലാ ഏരിയാസിലും അതിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും നമുക്ക് കാണാനും വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഹോപ്പ് ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളെ ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ നമ്മളെ പേഴ്സണലി കണക്ട് ചെയ്തിട്ട് അറിയിക്കാം എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഡയമണ്ട് മൈൻഡ്, നമ്മൾ മനസ്സിനെ പറ്റി പഠിക്കുന്ന ഒരു നമ്മളെ സെൽഫിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു 5 days ലൈഫ് ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പാണ് ഡയമണ്ട് മൈൻഡ് എന്നുള്ളത്. അപ്പൊ അതിന്റെ നെക്സ്റ്റ് ബാച്ച് ഈ മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലേക്കുള്ള എൻറോൾമെന്റ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക്, മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, എല്ലാവർക്കും ഒന്നും എന്ത് ചെയ്യില്ല, നേരിടായിരിക്കില്ല. എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ പോയാൽ മതി എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അങ്ങനെ തന്നെ തട്ടിമുട്ടി നമ്മൾ പറയുന്ന ജീവിതവും അതിജീവനുണ്ടല്ലോ. അപ്പം ചില ആളുകൾ ജീവിക്കുന്നുണ്ട്, ചില ആളുകൾ അതിജീവിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയോ തട്ടിമുട്ടി കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ആളുകൾ അവരങ്ങനെ തന്നെ പോട്ടെ അല്ലേ? മാറാൻ ആഗ്രഹിക്കുന്ന ആളുകളെ മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ചില ആളുകൾ വന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് എന്നെ മാറ്റാൻ പറ്റുമെന്ന്. അപ്പൊ ഞാൻ ആദ്യം ചോദിക്കും, നിങ്ങൾ മാറാൻ തയ്യാറാണ്? കാരണം മാറാൻ തയ്യാത്ത ഒരാളെ നമുക്ക് എന്ത് ചെയ്യാനില്ല, മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളത്. ആൻഡ് മാറാൻ തയ്യാറല്ലാത്ത ആളുകൾ മാറും. അവർക്ക് ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം വരുന്ന സമയത്ത് അവർക്ക് തന്നെ തോന്നും, ഇനി എന്നെ കൊണ്ട് എന്ത് ചെയ്യില്ല, ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കാൻ കഴിയില്ല, മാറണം എന്ന് തോന്നും. ആ സിറ്റുവേഷന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യാം. അല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ മാറാം എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് ഡയമണ്ട് മൈൻഡ് നിങ്ങളെ ലൈഫിനെ ഒരു നമ്മൾ പറയുന്ന മൈൻഡ്, തോട്ട്സ്, ഇതിന്റെ എല്ലാ ബേസിക് ആയിട്ടുള്ള ഏരിയാസും നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളെ ലൈഫിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, എങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മളെ ചിന്തകളെ, നമ്മളെ തോട്ട്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. വെറുതെ മോട്ടിവേഷൻ ക്ലാസ് തരുന്നതിന് പകരം പ്രാക്ടിക്കലി നിങ്ങൾക്ക് എങ്ങനെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇത്ര കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പേഴ്സണലി നമ്മളെ കണക്ട് ചെയ്ത് നിങ്ങളെ ഫീഡ്ബാക്സും ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. ഓക്കെ. ആൻഡ് താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇത്ര ഒരു സമയം നിങ്ങളെ സെൽഫിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതിൽ എന്താണ് ഒരുപാട് സന്തോഷം. അത് നിങ്ങളെ ലൈഫിലെ എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യട്ടെ, ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അടുത്ത നമ്മളെ മാസ്റ്റർ ടോക്കിൽ കാണാം. താങ്ക് യു സോ മച്ച്.